ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഭാഷകൻ അധ്യായം 38. വൈദ്യനും രോഗശാന്തിയും. മരിച്ചവരെ ഓർത്ത് വിലാപം, ജോലിയും ജ്ഞാനവും എന്നീ ഉപശീർഷകങ്ങൾ കൂടിയുള്ള ഈ അധ്യായത്തിൽ 34 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. ആരെയാണ് ബഹുമാനിക്കേണ്ടത്? ഉത്തരം: വൈദ്യനെ. ചോദ്യം 2. ആരാണ് വൈദ്യനെ നിയോഗിച്ചത്? ഉത്തരം: കർത്താവ്. ചോദ്യം 3. വൈദ്യൻ്റെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? ഉത്തരം: അത്യുന്നതനിൽ നിന്ന്. ചോദ്യം 4. വൈദ്യനെ ഉന്നതനാക്കുന്നതെന്ത്? ഉത്തരം: അവൻ്റെ വൈഭവം. ചോദ്യം 5. വൈദ്യനെ പ്രശംസിക്കുന്നതാര്? ഉത്തരം: മഹാന്മാർ. ചോദ്യം 6. കർത്താവ് ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചതെന്ത്? ഉത്തരം: ഔഷധങ്ങൾ. ചോദ്യം 7. ഔഷധങ്ങളെ അവഗണിക്കുകയില്ലാത്തത് ആര്? ഉത്തരം: ബുദ്ധിയുള്ളവൻ. ചോദ്യം 8. കർത്താവ് തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തിയത് എങ്ങനെ? ഉത്തരം: വെള്ളത്തെ തടിക്കഷണം കൊണ്ട് മധുരീകരിച്ച്. ചോദ്യം 9. കർത്താവ് മനുഷ്യർക്ക് സിദ്ധികൾ നൽകിയതെന്തിന്? ഉത്തരം: മനുഷ്യൻ്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന്. ചോദ്യം 10. സിദ്ധികൾ മുഖേന ചെയ്യപ്പെടുന്നത് എന്ത്? ഉത്തരം: വേദനയകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ചോദ്യം 11. സിദ്ധികൾ ഉപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നതാര്? ഉത്തരം: ഔഷധ നിർമ്മാതാവ്. ചോദ്യം 12. രോഗം വരുമ്പോൾ ചെയ്യേണ്ടതെന്ത്? ഉത്തരം: ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ചോദ്യം 13. കർത്താവ് നിന്നെ സുഖപ്പെടുത്തുമ്പോൾ അവിടുത്തേക്ക് സമർപ്പിക്കേണ്ടത് എന്ത്? ഉത്തരം: സുരഭില ബലിയും സ്മരണാംശമായി നേർത്ത മാവും നൽകുക. ചോദ്യം 14. കഴിവിനൊത്ത് എണ്ണ പകരേണ്ടത് എവിടെ? ഉത്തരം: കാഴ്ചവസ്തുക്കളിൽ. ചോദ്യം 15. ആർക്കാണ് അർഹമായ സ്ഥാനം നൽകേണ്ടത്? ഉത്തരം: വൈദ്യന്. ചോദ്യം 16. വിജയം എവിടെ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്? ഉത്തരം: വൈദ്യൻ്റെ കൈകളിൽ. ചോദ്യം 17. വൈദ്യൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്തിന്? ഉത്തരം: രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിനു വേണ്ടി. ചോദ്യം 18. ആർക്കാണ് വൈദ്യസഹായം തേടേണ്ടി വരിക? ഉത്തരം: സ്രഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന്. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ മരിച്ചവരെ ഓർത്ത് വിലാപം എന്ന ഉപശീർഷകത്തിൻ്റെ കീഴിൽ വരുന്നു. ചോദ്യം 19. ആരെ ഓർത്താണ് കരയേണ്ടത്? ഉത്തരം: മരിച്ചവനെ. ചോദ്യം 20. മരിച്ചവനെ ഓർത്ത് വിലപിക്കേണ്ടത് എങ്ങനെ? ഉത്തരം: കഠിന വേദന കൊണ്ട് എന്നതുപോലെ. ചോദ്യം 21. എന്തിലാണ് ഉദാസീനത കാണിക്കരുതാത്തത്? ഉത്തരം: മരിച്ചവൻ്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുന്നതിൽ. ചോദ്യം 22. നിന്റെ കരച്ചിലും വിലാപവും എപ്രകാരമായിരിക്കണം? ഉത്തരം: കരച്ചിൽ വേദനാപൂർവവും വിലാപം തീഷ്ണത ഉള്ളതും ആയിരിക്കണം. ചോദ്യം 23. ആരും ആക്ഷേപിക്കാതിരിക്കാൻ ചെയ്യേണ്ടതെന്ത്? ഉത്തരം: മരിച്ചവൻ്റെ യോഗ്യതയ്ക്കനുസൃതം 1-2 ദിവസം ദുഃഖം ആചരിക്കുക, പിന്നെ ആശ്വസിക്കുക. ചോദ്യം 24. ദുഃഖം എന്തിൽ കലാശിക്കുന്നു? ഉത്തരം: മരണത്തിൽ. ചോദ്യം 25. എന്താണ് ശക്തി കെടുത്തുന്നത്? ഉത്തരം: ഹൃദയവേദന. ചോദ്യം 26. എപ്പോഴാണ് ദുഃഖം ശമിക്കുകയില്ലാത്തത്? ഉത്തരം: വിനാശത്തിൽ. ചോദ്യം 27. ആരുടെ ജീവിതമാണ് ഹൃദയഭാരം നിറഞ്ഞത്? ഉത്തരം: ദരിദ്രൻ്റെ. ചോദ്യം 28. ദുഃഖത്തിന് അധീനമാകരുതാത്തത് എന്ത്?
ഉത്തരം നിന്റെ ഹൃദയം. ചോദ്യം 29. എന്തിനെ ഓർത്താണ് ദുഃഖം അകറ്റിക്കളയേണ്ടത്? ഉത്തരം ജീവിതാന്തം. ചോദ്യം 30. നീ ഒരു നന്മയും ചെയ്യുന്നില്ല. ആർക്ക്? ഉത്തരം മരിച്ചവർക്ക്. ചോദ്യം 31. മരിച്ചവനെക്കുറിച്ചുള്ള സ്മരണ അവസാനിക്കേണ്ടതെപ്പോൾ? ഉത്തരം മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ. പ്രഭാഷകൻ 38-ാം അധ്യായം 24 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ജോലിയും ജ്ഞാനവും എന്ന ഉപശീർഷകത്തിൻ്റെ കീഴിൽ വരുന്നു. ചോദ്യം 32. പണ്ഡിതൻ്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഉത്തരം വിശ്രമത്തെ. ചോദ്യം 33. വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം പണ്ഡിതൻ്റെ വിജ്ഞാനം. ചോദ്യം 34. വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ ലഭിക്കുന്നത് എന്ത്? ഉത്തരം ജ്ഞാനം. ചോദ്യം 35. ആർക്കാണ് വിജ്ഞനാകാൻ കഴിയാത്തത്? ഉത്തരം കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവന്. ചോദ്യം 36. രാവും പകലും അധ്വാനിച്ച് മുദ്ര കൊത്തുന്നതാര്? ഉത്തരം കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും. ചോദ്യം 37. കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും മനസ്സിരുത്തുന്നത് എന്തിൽ? ഉത്തരം പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർക്കുന്നതിലും. ചോദ്യം 38. ഉല ഊതുന്നതാര്? ഉത്തരം ഇരുമ്പ് പണിക്കാരൻ. ചോദ്യം 39. ഉല ഊതുന്ന ഇരുമ്പ് പണിക്കാരൻ്റെ മാംസം ഉരുക്കിക്കളയുന്നതെന്ത്? ഉത്തരം അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ്. ചോദ്യം 40. ഇരുമ്പ് പണിക്കാരൻ ഇല്ലാതാവുന്നത് എങ്ങനെ? ഉത്തരം ഉലയിലെ ചൂടേറ്റ്. ചോദ്യം 41. ഇരുമ്പ് പണിക്കാരൻ്റെ കാതുകളിൽ പതിയുന്നതെന്ത്? ഉത്തരം കൂടമടിക്കുന്ന ശബ്ദം. ചോദ്യം 42. ഇരുമ്പ് പണിക്കാരൻ്റെ കണ്ണുകൾ പതിയുന്നതെവിടെ? ഉത്തരം പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ. ചോദ്യം 43. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്നതാര്? ഉത്തരം കുശവൻ. ചോദ്യം 44. കുശവൻ മുഴുകിയിരിക്കുന്നത് എന്തിൽ? ഉത്തരം സർവ്വത കൃത്യനിർവഹണത്തിൽ. ചോദ്യം 45. കുശവൻ കൈകൊണ്ട് രൂപം കൊടുക്കുന്നത് എന്തിന്? ഉത്തരം കളിമണ്ണിന്. ചോദ്യം 46. കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നവർ ആരെല്ലാം? ഉത്തരം കൊത്തുപണിക്കാർ, കരവേല വിദഗ്ധർ, ഇരുമ്പ് പണിക്കാർ തുടങ്ങിയവരെല്ലാം. ചോദ്യം 47. അവരെ കൂടാതെ നഗരം പണിയാനാവില്ല. ആരെ കൂടാതെ? ഉത്തരം കൊത്തുപണിക്കാർ, കരവേല വിദഗ്ധർ, ഇരുമ്പ് പണിക്കാർ തുടങ്ങിയവരെ. ചോദ്യം 48. കൊത്തുപണിക്കാർ, കരവേല വിദഗ്ധർ, ഇരുമ്പ് പണിക്കാർ തുടങ്ങിയവർക്ക് പ്രാമുഖ്യമില്ലാത്തത് എവിടെ? ഉത്തരം പൊതുസഭയിൽ. ചോദ്യം 49. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായം 33-ാം വാക്യം അനുസരിച്ച് താന്താങ്ങളുടെ തൊഴിലിൽ സമർത്ഥരായ കൊത്തുപണിക്കാർ, കരവേല വിദഗ്ധർ, ഇരുമ്പ് പണിക്കാർ തുടങ്ങിയവരുടെ കുറവുകൾ എന്തെല്ലാം? ഉത്തരം പൗരസമിതികളിലേക്ക് വിളിക്കപ്പെടുന്നില്ല, പൊതുസഭയിൽ പ്രാമുഖ്യം ലഭിക്കുന്നില്ല, ന്യായാസനത്തിൽ ഇരിക്കുന്നില്ല, വിധിപ്രസ്താവം ഗ്രഹിക്കുന്നില്ല, അനുശാസനമോ വിധിപ്രസ്താവമോ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല, ആപ്തവാക്യങ്ങൾ പ്രയോഗിക്കുന്നില്ല തുടങ്ങിയവയാണ് അവരുടെ കുറവുകൾ. ചോദ്യം 50. തങ്ങളുടെ തൊഴിലിനെക്കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന. ആരുടെ? ഉത്തരം കൊത്തുപണിക്കാർ, കരവേല വിദഗ്ധർ, ഇരുമ്പ് പണിക്കാർ എന്നിവരുടെ. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ നിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സഹായ സഹകരണങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.